വൈക്കം ഇത്തവണ രാഷ്ട്രീയ മലക്കമറിച്ചിലുകൾ കണ്ട ഒരു മണ്ഡലമാണ്. മുൻ MLA BJP-യിൽ പോയി അവിടെ മത്സരിക്കുന്ന മണ്ഡലമാണ് വൈക്കത്തെ സ്ഥാനാർത്ഥി ചിത്രം എങ്ങനെയാണ്? LDF-ന് വേണ്ടി P. പ്രദീപ് LDF, K. ബിനിമോൻ UDF-ന് വേണ്ടി, NDA-ക്ക് വേണ്ടി K. അജിത്ത് മുൻ CPI MLA മത്സരിക്കുന്നു. ഇതാണ് വൈക്കത്തെ മത്സര ചിത്രം. NDA ഇവിടെ അഭൂതപൂർവമായി വോട്ട് പിടിക്കുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്. സിറ്റിംഗ് MLA CK ആശയെ മാറ്റിയിട്ടാണ് ഇത്തവണ LDF അവിടെ മത്സരിക്കുന്നത്, P. പ്രദീപിനെ മത്സരിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് മത്സര ചിത്രം ഇതാണ്. ഇനി എന്താണ് വൈക്കത്തിന്റെ പിക്ചർ എന്ന് നോക്കി വരാം. വൈക്കത്ത് ആരാണ് മുന്നിൽ? LDF തന്നെ 11.19% നല്ല മാർജിൻ ഉണ്ട്. അതായത് രാഷ്ട്രീയ വിവാദങ്ങളൊന്നും ബാധിക്കില്ല എന്ന് തോന്നുന്നു. കോട്ടയം UDF-ന്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്, കൂടുതൽ സീറ്റുകൾ ജയിക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ കോട്ടയത്ത് ആ ജില്ലയിൽ മൊത്തം എന്ത് സംഭവിച്ചാലും വൈക്കത്തൊന്നും സംഭവിക്കില്ല എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. വൈക്കത്തിനെ നമുക്ക് ആലപ്പുഴ ജില്ലയോട് കൂട്ടിച്ചേർത്ത് വെക്കാം. കാരണം അതിൻ്റെ ഭൂപ്രകൃതിയും അവിടുത്തെ ആളുകളുടെ ജീവിത സാഹചര്യവും ഒക്കെയും ആലപ്പുഴയുമായി ബന്ധപ്പെട്ട, ആലപ്പുഴ ചേർത്തല പരിസരവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടുകളും ഭൂപ്രകൃതിയും തൊഴിലും മറ്റും എല്ലാമാണ്. അവിടുത്തെ സാമൂഹിക അവസ്ഥയാണ്. വളരെയധികം തൊഴിലാളികൾ, സാധാരണക്കാർ, പിന്നോക്ക കമ്മ്യൂണിറ്റികൾ വളരെയധികം താമസിക്കുന്ന ഒരു മണ്ഡലമാണ് വൈക്കം. സ്വാഭാവികമായും വൈക്കത്തൊക്കെ UDF ജയിക്കുന്ന ഒരു ട്രെൻഡ് സംസ്ഥാനത്തുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ട് വലിയ സ്വീപ്പ് ആയിരിക്കും. 100-ന് മുകളിൽ സീറ്റ് നേടുന്ന വൈക്കം. അപ്പോൾ UDF പോലും കണക്ക് കൂട്ടാത്ത VD സതീശൻ 100 സീറ്റിൽ അധികാരത്തിൽ വരുമ്പോൾ അതിൽ വൈക്കം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വൈക്കം അത്തരത്തിൽ LDF-ന് വലിയ മുൻതൂക്കമുള്ളതാണ്. അവിടുത്തെ പഞ്ചായത്തുകൾ എടുത്താലും അവിടുത്തെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് റിസൾട്ട് നോക്കിയാലും വലിയ പരിക്കുകളില്ലാതെ ലോക്സഭയിൽ ചില ഘട്ടങ്ങളിൽ ലീഡ് ഉണ്ടാകുന്ന മണ്ഡലമാണ്. പൊളിറ്റിക്കൽ വോട്ട് ലെഫ്റ്റിനുള്ള അത് മാറില്ല. UDF എത്ര വലിയ പ്രതീക്ഷ വെച്ച് കഴിഞ്ഞാലും വൈക്കം മാറ്റി വെച്ചിട്ട് ബാക്കി മാത്രം പ്രതീക്ഷ. അതെ. പക്ഷേ K. അജിത്ത് നമ്മുടെ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടും അവിടെ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല. ഒരു 15 MLA ആയി എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമായി ഒന്നും സമാഹരിക്കാൻ വൈക്കം പോലുള്ള പൊളിറ്റിക്കൽ മണ്ഡലം അങ്ങനെ വ്യക്തികൾക്ക് വോട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അവിടെ പൊളിറ്റിക്കലി വോട്ട് ചെയ്യുന്ന ഒരു സിനാരിയോ ആണ് ഈ രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്നവർക്കുള്ളത്. അപ്പം സ്വാഭാവികമായിട്ടും അജിത്ത് അവിടെ സ്ഥാനാർത്ഥിയായി വന്നതുകൊണ്ട് വലിയ BJP-യുടെ വോട്ട് വർധന ഉണ്ടാവുമെന്ന് കഴിയുന്നില്ല.